നാളെ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനം. കേന്ദ്ര നടപടികൾ മൂലമുള്ള സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്തതാകും ഇത്തവണത്തെ ബജറ്റ്. വരുമാന വർധനവ് കൂടി ലക്ഷ്യമിടുന്നതാണ് ബജറ്റ്. പൊതുമേഖലാ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന ഉണ്ടാകും. സർവ്വമേഖലയിലും തുടരുന്ന കേന്ദ്രത്തിന്റെ അവഗണന, ഇതിലൂടെ സംജാതമായ സാമ്പത്തിക ഞെരുക്കം. ഇതിനിടെയാണ് ഇത്തവണത്തെ ബജറ്റ് എന്നതാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നേരിട്ട വലിയ വെല്ലുവിളി. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബജറ്റാകും ഇത്തവണത്തേതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. പൊതുവിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര മെച്ചമായ ഒരു സ്ഥിതി അല്ലല്ലോ റിസോഴ്സസിന്റെ കാര്യത്തിൽ. ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ ഈ നികുതിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന നികുതി പിരിക്കുന്നത് മാത്രമല്ല, നികുതി ആൾക്ക് വളർച്ച ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതെന്തൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. വരുമാന വർധനവ് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാകാത്ത തരത്തിലുള്ള നികുതി വർധനവുണ്ടാകും. ഓരോ മേഖലയ്ക്കും അതിനനുസരിച്ചുള്ള പ്രാധാന്യമുണ്ടാകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നിലവിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിട്ടുള്ള വളർച്ച നിലനിർത്തുന്നതിനുള്ള നടപടികളും ബജറ്റിലുണ്ടാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.